നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. 143 രാജ്യങ്ങളുള്ള ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യ 126 സ്ഥാനത്ത്. കഴിഞ്ഞ ദിവസം ഗാലപ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് വെൽബീയിങ് റിസർച്ച് സെന്റർ, UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്, WHR എഡിറ്റോറിയൽ ബോർഡ് എന്നിവ സംയുക്തമായി പുറത്തിറക്കിയ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലാണ് ഇന്ത്യ പിറകിൽ നിൽക്കുന്നത്. ലിബിയ, ഇറാഖ്, പാലസ്തീൻ, നൈജീരിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിലാണുള്ളത്. കഴിഞ്ഞ വർഷവും ഇന്ത്യ 126 സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. UN അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 2015 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117 ആയിരുന്നുവെന്നും മോദി ഭരണത്തിന് കീഴിൽ ഒരു ആഗോള വികസന സൂചികയിലും ഇന്ത്യ സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പട്ടികയിൽ തുടർച്ചയായി 7ാം വർഷവും ഫിൻലാൻഡ് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, ഇസ്രയേൽ, നെതർലാൻഡ്, നോർവേ, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ എന്നിവയാണ് ആദ്യ 10ലുള്ള ഇതര രാജ്യങ്ങൾ. COVID-19 മുമ്പ് ഇതേ രാജ്യങ്ങൾ തന്നെയായിരുന്നു ആദ്യ 10ലുണ്ടായിരുന്നത്. അതേസമയം US-ഉം ജർമ്മനിയും റാങ്കിങ്ങിൽ പിറകിലായിപ്പോയി. 2021 സന്തോഷ സൂചിക പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് മുതൽ ആദ്യ 20ലുണ്ടായിരുന്ന US പുതിയ പട്ടികയിൽ 23ാമതാണ്. ജർമ്മനി 24ാം സ്ഥാനത്തും 30 വയസ്സിന് താഴെയുള്ള അമേരിക്കക്കാരുടെ മാനസികാരോഗ്യം കുറഞ്ഞതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷം 16ാം സ്ഥാനത്തായിരുന്ന അമേരിക്ക ഈ വർഷം 23ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. ഈ വർഷം കാനഡ 15ാം സ്ഥാനത്തെത്തിയപ്പോൾ UK 20ാം സ്ഥാനത്തും ഫ്രാൻസ് 27ാം സ്ഥാനത്തും എത്തി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ UAE 22ാം സ്ഥാനത്തും സൗദി അറേബ്യ 28ാം സ്ഥാനത്തും എത്തി. ഏഷ്യൻ രാജ്യങ്ങളിൽ സിംഗപ്പൂർ 30ാം സ്ഥാനത്താണ്. ജപ്പാൻ 50, ദക്ഷിണ കൊറിയ 51 എന്നിങ്ങനെയാണ് ഉള്ളത്. ചൈന 60ാം സ്ഥാനത്തും നേപ്പാൾ 93ാം സ്ഥാനത്തും പാകിസ്ഥാൻ 108ാം സ്ഥാനത്തും മ്യാൻമർ 118ാം സ്ഥാനത്തും ശ്രീലങ്ക 128ാം സ്ഥാനത്തും ബംഗ്ലാദേശ് 129ാം സ്ഥാനത്തുമാണ്. അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്. കോങ്കോ, സിയറ ലിയോൺ, ലെസാത്തോ, ലെബനൻ എന്നിവയാണ് തൊട്ടു മുമ്പിലുള്ളത്. ഇന്ത്യയിൽ ഉയർന്ന ജീവിത സംതൃപ്തിയുള്ളത് വാർദ്ധക്യത്തിൽ ഉള്ളവർക്കാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പ്രായവും ജീവിത സംതൃപ്തിയും തമ്മിലുള്ള നല്ല ബന്ധം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂവെന്ന ചില അവകാശവാദങ്ങളെ ഇത് നിരാകരിക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ പ്രായമായ പുരുഷന്മാർ പ്രായമായ സ്ത്രീകളെക്കാൾ ജീവിതത്തിൽ സംതൃപ്തമാണെന്നും എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ പ്രായമായ സ്ത്രീകൾ അവരുടെ പുരുഷ പങ്കാളിയേക്കാൾ ഉയർന്ന ജീവിത സംതൃപ്തി രേഖപ്പെടുത്തുന്നതായും പറഞ്ഞു. ഇന്ത്യയിലെ വയോധികരുടെ എണ്ണം ലോകത്തിൽ തന്നെ 2ാമതാണുള്ളത്. 140 ദശലക്ഷം ഇന്ത്യക്കാരും 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ്. ചൈനയിൽ 250 ദശലക്ഷം പേരാണ് വയോധികർ. അതേസമയം 60 വയസ്സും അതിൽ കൂടുതലുമുള്ള ഇന്ത്യക്കാരുടെ ശരാശരി വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ 3 ഇരട്ടി കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ലോകമെമ്പാടും എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ സന്തോഷം കുറവാണെന്നും വയസ്സ് കൂടുന്തോറും വ്യതിയാനം വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു. യുവാക്കളിൽ സന്തോഷത്തിന്റെ റാങ്കിംഗ് നടത്തുമ്പോൾ ലിത്വാനിയ, ഇസ്രയേൽ, സെർബിയ, ഐസ്ലാൻഡ്, ഡെൻമാർക്ക് എന്നിവ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം നേടി. ഈ തരത്തിൽ നോക്കുമ്പോൾ ഫിൻലാൻഡ് 7ാം റാങ്കിങ്ങിലാണ് ഉള്ളത്. ഇതിൽ 127ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ പ്രായമായവരിലുള്ള സന്തോഷത്തിന്റെ റാങ്കിങ്ങിൽ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്, നോർഡിക് രാജ്യങ്ങൾ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടി. ഈ തരത്തിൽ ഇന്ത്യ 121ാം സ്ഥാനത്താണ്. വയോജനങ്ങൾക്ക് പോലും ഏറ്റവും ഉയർന്ന റാങ്കുള്ള രാജ്യങ്ങൾ പൊതുവെ ഉയർന്ന മൊത്ത റാങ്കിങ്ങിലുള്ള രാജ്യങ്ങളാണ്. എന്നാൽ യുവാക്കളുടെ കാര്യത്തിൽ അടുത്തിടെ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച നിരവധി രാജ്യങ്ങളും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2021-23 കാലയളവിലെ ഗാലപ്പ് വോട്ടെടുപ്പുകൾ ശേഖരിച്ച ശരാശരി ജീവിത മൂല്യനിർണ്ണയമുള്ള ഡാറ്റ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. സന്തോഷ സൂചികയിലെ ആദ്യ 10ലുള്ള രാജ്യങ്ങൾ ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, ഇസ്രയേൽ, നെതർലാൻഡ്, നോർവേ, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളാണ്.